ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. ഈ കാറ്ററിംഗുകാരൊക്കെ ഉണ്ടാക്കുന്ന പെരിഞ്ജീരകപ്പൊടിയിൽ അവരെന്താ ചേർക്കണമെന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇന്നതാ ഞാനത് ചേർത്തിട്ട് പൊടിച്ചെടുത്ത പെരിഞ്ജീരകപ്പൊടിയാണ് ഇട്ടത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കണമെന്നുള്ളത് നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരട്ടെ. എന്നാ വരി. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാനിതാ 10 ക്യാഷുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ക്യാഷ് ചേർത്ത് കൊടുക്കുന്ന കറികൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അതേപോലെ തന്നെ ക്യാഷ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടാക്കുന്ന കറികളൊക്കെ അത്യാവശ്യം തിക്കായിട്ട് തന്നെ വരും ചെയ്യും. അപ്പം ഞാനിതാ ഈ ക്യാഷ് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നല്ലോണം വറുത്തെടുത്ത ക്യാഷ് ഞാനിതാ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് വറുത്തെടുക്കേണ്ടത് പെരിഞ്ജീരകമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത്രപ്പോരം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 50 ഗ്രാമിന് മുകളിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഈ പെരിഞ്ജീരകം നല്ലോണം കഴുകി എടുത്തതാണ് കേട്ടോ ഞാൻ. അപ്പോൾ കഴുകി ഉണക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് കഴുകിയ പാട് ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതേപോലെ മസാല പൗഡറുകൾ ഉണ്ടാക്കുമ്പോൾ ഈ നേരത്ത് കഴുകാൻ നിൽക്കരുത് കേട്ടോ. ആദ്യം തന്നെ കഴുകി ഉണക്കിയെടുക്കണം. ഇതിലെടുക്കണ ഏത് സാധനങ്ങളായാലും ആദ്യം തന്നെ കഴുകി ഉണക്കി വെള്ളത്തിൻ്റെ അംശം നല്ലോണം പോയതിന് ശേഷം മാത്രം പൗഡർ ഉണ്ടാക്കാൻ ഒരുങ്ങിയാണ് കേട്ടോ നല്ലത്. എന്നാലാവും നമുക്കിത് ഒരുപാട് കാലം എടുത്തു വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഇതിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പൂപ്പൽ വന്ന് കേടുപോകും. അത് ഒഴിവാക്കാനാണ് അങ്ങനെ പറയുന്നത്. ഞാനിതിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാനിത് ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെ കണ്ടില്ല, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതിൽ ജീരകം കഴുകിയ വെള്ളമൊക്കെ പറ്റ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ജീരകത്തിലെ വെള്ളം പോയാൽ പിന്നെ അധികം നേരിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ പൊട്ടി വരും. അപ്പോൾ അത്രയും ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാനിതാ 2-3 കറാമ്പൂവും അതേപോലെ തന്നെ ഇത്രപ്പോരം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മസാലേൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്ര തന്നെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇതാ അത് റെഡി ആയതിന് ശേഷം ഞാൻ നേരത്തെ ക്യാഷ് മാറ്റി വെച്ചില്ല, അതിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ല, ഞാൻ ജീരകം കഴുകിയ പാട് ഇട്ട കാരണമാണ് ഈ പാനിൽ ഇതേപോലെ കറ പറ്റിയിട്ടുള്ളത്. പിന്നെ ഇതാ പാത്രം കഴുകിയപ്പോൾ കറ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് പോയി കിട്ടിയിരിക്കണേ. അടുത്തതായി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് ഇതേപോലത്തെ ലീഫ് നിങ്ങൾ കണ്ടിരിക്കണം. നെയ്ച്ചോറിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ലീഫാണ്. രമ്പയില എന്നാണ് ഇതിന് പറയൽ. അപ്പോൾ ഇത് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മസാലക്ക്. അതും അതേപോലെ തന്നെ കറിവേപ്പിലയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചധികം കറിവേപ്പിലയും രമ്പയില കട്ട് ചെയ്തതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇട്ട് റോസ്റ്റ് ചെയ്തപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ സ്പെഷ്യലായിട്ട് ഇട്ട ക്യാഷ്യൂ അതേപോലെ ഈ രമ്പയില കറിവേപ്പില ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കൂടിയാണ്. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ചെയ്ത് നോക്കിക്കോളിട്ടാ. അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇതേപോലെ ഇല ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ ഇതങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യട്ടാ. ജസ്റ്റ് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് ചൂടൊക്കെ അണിഞ്ഞതിന് ശേഷം ഞാനിതാ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാനിതാ 2 തവണ ആയിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ ഇതാ ഞാൻ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാറ്റി കൊടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതിപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചാൽ ജസ്റ്റ് ഒരു ചൂടുണ്ടാവുമല്ലോ. ആ ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം മാത്രം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നോൺ വെജ് ആയിട്ടുള്ള ഏത് ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ 1 സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് നല്ലൊരു ടേസ്റ്റും അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കൂടെ ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഇതിലേക്ക് എടുക്കുന്ന സാധനങ്ങളൊക്കെ നല്ലോണം കഴുകി ഉണക്കിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കേടുകൂടാതെ ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇത് എല്ലാ സാധനങ്ങളും കഴുകിയ പാട് ആണ് പൊടിച്ചെടുത്തുക്കണത്. അതുകൊണ്ട് തന്നെ ഞാനിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കാൻ പോകുന്നത്.
ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി വെച്ചോളി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിനും നല്ല ടേസ്റ്റ് ഉണ്ടായിക്കോളും. ഇത് കൂടുതലൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല, ഒരു സ്പൂൺ ചേർത്താൽ മതി. കറികളിൽ മാത്രമല്ല കേട്ടോ, നോൺ വെജ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസിലും ഗ്രേവി അതേപോലെ ഫ്രൈ ചെയ്യണതിലും ഒക്കെ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.